സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. തൃശ്ശൂരിലെ ആശുപത്രി സമരം, നഴ്സുമാരുടെ സമരം രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ലേ? ഒന്ന്, തൻ്റെ പടിക്കിലേക്ക് എത്തുന്ന പരാജിതനും തെറ്റുകാരനുമായ മകനെ അങ്ങോട്ടു ചെന്ന് ആശ്ലേഷിച്ച് സ്വീകരിക്കുന്ന പിതാവിൻ്റെ ചിത്രം. രണ്ട്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് എന്ന പാഠത്തിലെ പോലെ എന്തൊക്കെയോ കവരാനും കെടുത്താനും സംരക്ഷക വേഷത്തിൽ ആലയത്തിൽ നുഴഞ്ഞു കയറുന്നവരുടെ ചിത്രം. രണ്ടും വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മനസ്സിൽ കോറുന്നവ. ആദ്യത്തേത് നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ്. അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം അതിരൂപത ആസ്ഥാനത്തിന് നേർക്ക് തിരിച്ചുവിട്ട പ്രവണത എന്തായാലും യാദൃശ്ചിക നടപടിയല്ല. അതിന് പിന്നിലൊരു ഡിസൈനും പ്ലാനിങ്ങും കാണാതെ വയ്യ. ഇപ്പോഴാകട്ടെ ആ ഡിസൈൻ കൂടുതൽ തെളിഞ്ഞും വരുന്നു. ഔദാര്യം കാണിക്കാൻ തക്കവിധം ജയമോ ശക്തിയോ ഏത് പക്ഷത്തുണ്ടോ ആ പക്ഷമാണല്ലോ പടിക്കിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്ന പിതാവ്. തൃശ്ശൂരിലെ പ്രതിസന്ധിയിൽ ആ പിതാവ് മാർ ആൻഡ്രൂസ് താഴ്ത്തി പിതാവ് തന്നെയാണെന്ന ബോധ്യത്തിലാകണം നഴ്സുമാരുടെ സമരത്തിൽ അദ്ദേഹത്തോട് ഔദാര്യത്തിന്റെ മുഖം സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭ്യർത്ഥിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞ ആദ്യ ചിത്രത്തിലെ പിതാവായി താഴ്ത്തു പിതാവിനെ കാണാൻ അനേകർ ആഗ്രഹിക്കുന്നു എന്നു തന്നെ ഗ്രഹിക്കാം. ചോദിക്കുന്നതെല്ലാം കൊടുക്കുക എന്നത് സാധ്യമല്ലെങ്കിലും ചിലപ്പോൾ വലിയ അകൽച്ച ഒഴിവാക്കാൻ അങ്ങനെയൊരു ചിത്രം മതിയായേക്കാം. പക്ഷേ താഴ്ത്തു പിതാവിനെ നമ്പറിട്ട് ആക്രമിച്ചവരും സമ്മർദ്ദ പ്രയോഗവുമായി അതിരൂപത ആസ്ഥാനത്തേക്ക് സമരക്കാരെ പറഞ്ഞു വിട്ടവരും നല്ല ചിത്രം ആഗ്രഹിക്കുന്നവരാണോ എന്ന് സംശയിക്കണം. അവർ ചെയ്തത് നഴ്സുമാരെ സഹായിക്കാൻ തന്നെയോ എന്ന സംശയവും നിലനിൽക്കും. ഔദാര്യവും നല്ല ചിത്രവും സംഭവിക്കരുത് എന്ന് സമരത്തിന് പ്രേരണ നൽകിയ സംഘടനാ നേതാവും സമരത്തെ വാഴ്ത്തി ആർച്ച് ബിഷപ്പിന് നരകം വിധിച്ച യൂട്യൂബ് മാധ്യമങ്ങളും മുൻകൂർ നിശ്ചയിച്ചിരുന്നോ? രണ്ടു കൂട്ടരും മനഃപൂർവം എന്നോണം അതിരൂപത അംഗങ്ങളിൽ സൃഷ്ടിച്ച പ്രകോപനം സംശയകരമാണ്. ഒത്തുതീർപ്പല്ല, സൗമനസ്യത്തോടെയുള്ള കൂടിക്കാണൽ പോലും വേണ്ട എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും പറയിക്കാനും ലക്ഷ്യമിട്ടു എന്ന് തോന്നിക്കുന്നതും. അതുവഴി ധാരണ അകലത്താക്കി അസ്വസ്ഥത വളർത്തുവാനും സഭാ നേതൃത്വത്തെ കടന്നാക്രമിക്കുന്ന ഒരു ഗണത്തെ രൂപപ്പെടുത്താനുമുള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ? ഒടുവിൽ തങ്ങളുടെ അതീശത്വം ആർക്കുമേലെയും ഉണ്ടെന്ന് വരുത്തി സൂപ്പർ നേതാവും സൂപ്പർ മാധ്യമവും ആകാനുമുള്ള ഒരു ലക്ഷ്യം. ആരെയും എന്തിനേയും എന്നല്ല, കത്തോലിക്ക സഭാ നേതൃത്വത്തെ തന്നെ അടിപണിയിച്ച ഹീറോകളാണ് തങ്ങളെന്ന് ലോകരെയും രാഷ്ട്രീയ നേതാക്കളെയും ബോധ്യപ്പെടുത്തി ചരിത്രം എഴുതാനുള്ള സ്വയം കേന്ദ്രീകൃതമായ മോഹം സമൂഹ മാധ്യമങ്ങളിലെ ചിലർക്കെങ്കിലും ഇല്ലാതില്ല. അവരോട് മല്ലിടുന്നതല്ല സഭാ നേതൃത്വത്തിന്റെ സ്വഭാവവും ശക്തിയുമെന്ന്, അത് പടിക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് നഷ്ടപുത്രരെ ആശ്ലേഷിക്കുന്ന ഒന്നാണെന്നും ഗ്രഹിക്കാത്തവർ വിശ്വാസികളുടെ സമൂഹത്തിലുമുണ്ടല്ലോ. പക്ഷേ അതിലും വലിയ ചിലതൊക്കെ സംശയിക്കേണ്ടി വരുന്നതിന്റെ ഒരു കാരണം സമരം ആശുപത്രി മാനേജ്മെന്റിനെതിരെ എന്നതിന് പകരം അതിരൂപതയ്ക്കും സഭാ നേതൃത്വത്തിനും എതിരെ എന്നാക്കാൻ നടത്തിയ ശ്രമമാണ്. സമരം ചെയ്ത ആവശ്യക്കാരെ അല്ല, അവരെ ഇളക്കി വിട്ടവരെയാണ് കരുതിയിരിക്കേണ്ടത്. വിശ്വാസികളെന്നും കുഞ്ഞാടുകളെന്നും വിളിച്ച് സഭാംഗങ്ങളെ തമ്മിൽ തല്ലിക്കാനും സഭാ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗത്തെ ഇളക്കി വിടാനുമുള്ള നീക്കം, കൂടാതെ യാദൃശ്ചികമെന്ന് കരുതാനാകാത്ത വിധം കണ്ട തലക്കുറി, മെത്രാനെതിരെ തിരിഞ്ഞ് വിശ്വാസികൾ നേർച്ചപ്പണം പോലും നിർത്താൻ നീക്കമെന്ന്. ഇതിനു പിന്നിൽ ശൃംഖാല ബുദ്ധി കാണാൻ ഏറെ ആലോചന വേണ്ട. ജനാധിപത്യ സങ്കല്പങ്ങളുടെ ഏത് അളവുകോൽ ചിലർ പൊക്കിപ്പിടിച്ചാലും ഈ കുറിപ്പ്
ഒരു ആശുപത്രിയുടെ അധികൃതർക്കെതിരെയല്ല, സഭയ്ക്കെതിരായ വെല്ലുവിളിയുടെ അഥവാ ഒരു റിബല്യന്റെ സ്വഭാവമുള്ളതാണ്. ഇതേക്കുറിച്ച് തന്നെ കൂടുതൽ പറയാം. നേർച്ച പണം നൽകുന്നവരും നൽകാത്തവരും ഇപ്പോഴുമുണ്ട്. മനസ്സാ നൽകുന്ന ആരും അതേക്കുറിച്ച് വമ്പത്തം പറയാറില്ല. വലിയ തോതിൽ ഭൂമിയും സ്വത്തും തിരുസഭയ്ക്ക് സംഭാവന നൽകിയവരും നല്ല മനസ്സോടെ വിധവയുടെ ചെറിയ നാണയം പോലെ മുടങ്ങാതെ തങ്ങളാലാകുന്ന നേർച്ചപ്പണം നൽകുന്നവരും സഭയിലുണ്ട്. അവരാരും മേന്മ ഭാവിക്കാറില്ല. കാരണം സ്വന്തം സമ്പാദ്യത്തിൽ മതിക്കുന്നവരല്ല. കർത്താവ് വിളകൾ നൽകിയില്ലെങ്കിൽ കൃഷികൾ പാഴ്വേലിയെന്ന് ബോധ്യമുള്ളവരാണവർ. പങ്കുവെക്കലിന്റെ പാഠം പാലിക്കുന്നവരും. നേർച്ചപ്പണം നൽകിയതിന്റെ ത്യാഗമല്ല വെല്ലുവിളിയുടെ അടിസ്ഥാനം. നേർച്ചപ്പണം നൽകാത്തതിനേക്കാൾ വലുതായി വെല്ലുവിളിയാണ് തിന്മയുടെ ഉപകരണം. തങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവിന്റെ വേലക്കാരും നിലനിൽക്കുന്നതെന്ന ബോഷത്വ ചിന്തയിൽ നിന്നേ ഇത്തരം വാക്കുകൾ പുറപ്പെടുകയുള്ളൂ. അങ്ങനെ ചിലരെങ്കിലും പ്രഖ്യാപിച്ചു എന്ന് പോലും കരുതാൻ വരട്ടെ. ഇങ്ങനെയൊരു കുറിപ്പ് യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമം ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ക്യാമ്പയിൻ ആണെന്ന് സാമാന്യ ബുദ്ധിയിൽ തന്നെ ഗ്രഹിക്കാം. വിശ്വാസികളിൽ ചിലരെ തെറ്റായി ആട്ടിത്തെളിക്കുന്ന വഴി പുതിയൊരു റിബല്യന്റെ വഴി. അതാകട്ടെ യാദൃശ്ചികവുമല്ല. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ വിദ്വേഷത്തോടെ കടന്നാക്രമിക്കുന്ന നിരവധി വിരുദ്ധർ ഏറെ നാളുകളായി സമൂഹ മാധ്യമ കമന്റ് ബോക്സുകളിൽ ഇതേ ധ്വനിയിൽ മോശപ്പെട്ട ഭാഷയിൽ പ്രചാരണം നടത്തി വരുന്നുണ്ട്. നേർച്ച നിർത്തുക, ഇവന്മാരെ പണി പഠിപ്പിക്കുക എന്ന് പലരും ഗൗരവം കൊടുക്കാതെ വായിച്ചു പോയിട്ടുള്ള കാര്യം. ക്രൈസ്തവ വിശ്വാസികളിൽ റിബല്യൻസ് മനോഭാവം വളർത്തിയെടുക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള സൂത്രവഴി സ്വന്തം പണത്തിന്റെ പേരിൽ മേന്മ ഭാവിപ്പിച്ച് ധിക്കാരം വളർത്തൽ. പക്ഷേ അത് സ്വർഗത്തിലെ ആദ്യ ധിക്കാരത്തിന്റെ ആദ്യ റിബലിന്റെ അതേ സ്വഭാവത്തിലുള്ള ഭോഷത്വമാണെന്ന് ക്രൈസ്തവരിൽ ഏറെ പേർക്കും അറിയാം. തങ്ങളെയും തലമുറകളെയും തിന്മയുടെ ബന്ധനത്തിലാക്കുന്ന ഇത്തരം ധിക്കാര ചിന്തയ്ക്ക് വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നവർക്ക് ദുരിതമെന്നേ പറയേണ്ടു. ഇത് ഏതെങ്കിലും വ്യക്തിയോടുള്ള വെല്ലുവിളിയല്ല, തിരുസഭയ്ക്കെതിരായ വെല്ലുവിളിയാണ്. നേർച്ചപ്പണം നൽകാൻ പൗലോസ് അപ്പസ്തോലൻ തന്നെ സഭാ സമൂഹങ്ങളെ ഉദ്ബോധിപ്പിച്ചതിനെ എതിരെയുള്ളത്. ധിക്കാരത്തിന്റെ അരൂപിയെ ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തി. ഒരിക്കൽ ക്ഷണിച്ചു വരുത്തിയവനെ ഇറക്കിവിടാൻ പിന്നീട് നന്നെ വിയർക്കേണ്ടി വരും. ചിലപ്പോൾ തലമുറകൾ. ഇത് വിശ്വാസികൾക്കുള്ള പാഠം. നേർച്ച പണം കുറഞ്ഞു പോകുന്നതോ ഇല്ലാതെ പോകുന്നതോ അല്ല കനപ്പെട്ട കാര്യം. വെല്ലുവിളിയും ധിക്കാരവുമായി നേർച്ച നിഷേധം പ്രഖ്യാപിക്കുന്നതിലാണ് ആത്മീയ അപകടം. ആശുപത്രിയിലെ ഭൗതിക വിഷയങ്ങളും തർക്കവും പരിഹാരവും ഒത്തുതീർപ്പും കടന്നു പോകും. ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക എന്നല്ലാതെ തിരുസഭയ്ക്കെതിരായ റിബല്യസ് മനോഭാവം നഴ്സുമാരിൽ ആർക്കും തന്നെ ഉള്ളതായി ആരും കരുതുന്നില്ല. വീടിന്റെ പടിക്കിലേക്ക് ഇറങ്ങി വരുന്ന പിതാവിനെ അവർ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. സങ്കടങ്ങളിൽ നിന്നുള്ള മോചകനായി. നഴ്സുമാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് പരിഗണനയുള്ളവരാണ് അധികം പേരും. പക്ഷേ തിരുസഭയ്ക്കെതിരെ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾക്ക് അവരെ ഉപകരണങ്ങളാക്കുന്നവരും ഉപകരണമാകാൻ നിന്നു കൊടുക്കുന്നവരും നിങ്ങൾക്ക് ദുരിതം എന്ന ചക്രവാള ലിഖിതം കണ്ടില്ലെന്ന് ഭാവിക്കേണ്ട. നേർച്ച പണക്കാര്യം അല്പം കൂടി. ആരുടെയും ഭോഷത്വം കേട്ട് കേരള കത്തോലിക്ക സഭയിൽ ആരും ഞെട്ടിയില്ലെങ്കിലും ആ ഭോഷത്വത്തെ കരുതിയിരിക്കണം. അതിൽ സഭാധികാരത്തിനെതിരായ കലാപചിന്തയിലേക്ക് ആരെയൊക്കെയോ നയിക്കാനുള്ള ചിലരുടെ ക്യാമ്പയിൻ ലക്ഷ്യം തെളിഞ്ഞു കാണാം. എത്ര സൗമനസ്യപൂർവ്വം ചിന്തിച്ചാലും ശീഷ്മയുടെ സ്വഭാവമുള്ള ധിക്കാരത്തിന്റെ സ്വരം അതിൽ തിരിച്ചറിയാം. ഒരു വ്യക്തിക്കോ അധികാര കേന്ദ്രത്തിനോ എതിരെ മാത്രമുള്ള നിലപാടെന്ന് ഏത് പ്രചാരകരും ആരെ വിശ്വസിപ്പിച്ചാലും അത് സ്വഭാവത്തിൽ സഭയെ ധിക്കരിക്കുന്ന തിന്മയുടെ പ്രഭാവം ആത്മാവിൽ മുളപ്പിക്കുകയാണ്. ഭൗതിക സ്ഥാപനത്തിലും
ഭൗതിക മണ്ഡലത്തിലും ന്യായമായ ഭൗതിക ആവശ്യത്തിനു വേണ്ടി തിന്മ നനയ്ക്കാതെ സമരം ചെയ്യാം. ഭൗതിക അധികാരികളോട് തർക്കിക്കാം. പക്ഷേ താൽക്കാലിക ലക്ഷ്യത്തിനു വേണ്ടി ആധ്യാത്മിക അപകടത്തിന് കാരണമാകുന്ന ധിക്കാരവും ശീഷ്മയും മുളപ്പിക്കുവാൻ ഇടവരുത്തിയാൽ നഷ്ടം വ്യക്തിപരമായിരിക്കും. വത്തിക്കാനെ ധിക്കരിച്ച് മെത്രാഭിഷേകം നടത്തിയ വിശുദ്ധ 10-ാം പിയൂസിന്റെ നാമം പേറുന്ന പൗരോഹിത്യ സംഘം തിരുസഭയിൽ നിന്ന് സ്വയം പുറത്തായതായി ലയോ 14-ാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ നാളിലാണ്. മെത്രാന്മാരടങ്ങിയ ആ സംഘത്തിന്റെ പ്രവൃത്തി ശീഷ്മയുടെ സ്വഭാവമുള്ളതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. തിരുസഭയിൽ പിളർപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടിയെന്ന് മാർപ്പാപ്പയും. ഈ ഗണത്തിലെ മെത്രാന്മാരുടെ പുറത്താക്കലും വത്തിക്കാൻ പ്രഖ്യാപിച്ചു. പ്രഭാവത്തിൽ ഇത്രത്തോളം വരില്ല എങ്കിലും നേർച്ചപ്പണം ആയുധമാക്കി സഭാധികാരികളെ ഭീഷണിപ്പെടുത്താൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നവരുടെ പ്രവൃത്തി സ്വഭാവത്തിൽ ഇതിന് സമാനമല്ലേ? ഈ പ്രേരണയ്ക്ക് എന്ത് ഫലം ഉണ്ടാകുമെന്നല്ല കാര്യം. ഇങ്ങനെയാണ് നിരന്തരം കേരള സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നഴ്സുമാരുടെ കാര്യത്തിൽ ഔദാര്യത്തോടെ ഇടപെടാനും അനുഭാവത്തോടെ അവർക്കൊപ്പം എക്സ്ട്രാ മൈൽ ചരിക്കുവാനും സഭാ നേതൃത്വത്തിന് കഴിയും. ലോകത്തിന്റെ ശരാശരി നടപ്പ് വിട്ട് 1 മൈൽ സഹയാത്ര അഭ്യർത്ഥിക്കുന്നവരോടൊപ്പം രക്ഷാപരമായ സഹാനുഭൂതിയോടെ ഒരു എക്സ്ട്രാ മൈൽ കൂടി സഹയാത്ര നടത്താൻ യേശുവിൻ്റെ സ്നേഹോപദേശത്തിൽ നിർബന്ധിതരുമാണ് ക്രൈസ്തവ നായകർ. പക്ഷേ ശീഷ്മയുടെ കലാപതുല്യമായ അനുസരണക്കേടിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴി അവലംബിക്കുന്നവർക്ക് ആ എക്സ്ട്രാ മൈൽ അനുയാത്രയുടെ അനുഭവം അവർ തന്നെ നിഷേധിക്കുകയാണ് ഫലം. സ്വയം പുറത്തായ മെത്രാന്മാരുടെ അനുഭവം പോലെ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.